നിങ്ങളുടെ മുന്നിൽ കനിവ് തേടുകയാണ് ഈ നിർധന കുടുംബം. ഞങ്ങൾ സഹായിക്കാൻ ആരുമില്ല. ഒരു നേരത്തെ അന്നത്തിന് പോലും ഞങ്ങൾ കഷ്ടപ്പെടുവാണ്. ഞാൻ ഈ ലൈവിൽ വന്നത് എന്റെ ഒരു ജീവിതം കൊണ്ടാണ്. ഒരു നേരത്തെ ആഹാരം കൂടെ എന്റെ അയൽക്കാരും എന്നെ ഒരുപാട് അയൽക്കാരും മറ്റുള്ളവരുമാണ് എന്നെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത്. കൊട്ടാരക്കര താലൂക്കിൽ വെളുന്നല്ലൂർ പഞ്ചായത്തിൽ അമ്പലംകുന്ന് 1-ാം വാർഡിലെ പുരിയക്കോട് എന്ന സ്ഥലത്ത് കൊച്ചുവിള വീട്ടിൽ 80 വയസ്സുള്ള ഫാത്തിമ ബീബിയാണ് കരുണ പറ്റാത്ത നിങ്ങളുടെ മുന്നിൽ യാചിക്കുന്നത്. ഫാത്തിമ ബീബിയുടെ ഭർത്താവ് കൂലിവേല ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത്. എന്നാൽ അദ്ദേഹം കഴിഞ്ഞ വർഷം ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടു. പിന്നീട് ഈ ഉമ്മ മകൾ റെജീന ബീബിയുടെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞു വന്നത്. എന്നാൽ ഇപ്പോൾ ഫാത്തിമ ബീബി വീണ് നട്ടെല്ലിന് ഗുരുതരമായ പരിക്ക് പറ്റി ഒരേ കിടപ്പിലാണ്. മകളായ റെജീന ബീബി കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുത്ത് മുളക്, മല്ലി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ പാക്കറ്റിലാക്കി വീടുകളിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ പൈസ കൊണ്ട് ഉപജീവന മാർഗം നടത്തി വരികയായിരുന്നു. എന്നാൽ കിടപ്പിലായ തന്റെ മാതാവിനെ സംരക്ഷിക്കുവാൻ മറ്റാരുമില്ലാത്തതിനാൽ ഇവരുടെ ജീവിതം ഇപ്പോൾ വഴിമുട്ടിയിരിക്കുകയാണ്. മാതാവിനെ ചികിത്സിക്കുവാനും ഒരു നേരത്തെയെങ്കിലും ഭക്ഷണം കൊടുക്കുവാനും ഒരു മാർഗവുമില്ലാതെ വിഷമിക്കുകയാണ് ഈ ഉമ്മയും മകളും. സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് ഒരു വീട് വച്ചിരുന്നു. ലോൺ അടയ്ക്കുവാൻ ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ കേറിക്കിടക്കാടം ജപ്തിയായിപ്പോയി. അങ്ങനെ നിലവിൽ വാടകയ്ക്കാണ് ഈ വിധവയായ മകളും ഉമ്മയും താമസിക്കുന്നത്. നമസ്കാരം, ഞാൻ കൊല്ലം ജില്ലയിലെ വെളുന്നല്ലൂർ പഞ്ചായത്തിലെ അമ്പലംകുന്ന് 1-ാം വാർഡിലെ മെമ്പറാണ്. ഇത് റെജീനയുടെ വാപ്പ 3.5 വർഷം ക്യാൻസർ ബാധിച്ച് കിടപ്പിലായിരുന്നു. ഇപ്പൊ 1.5 വർഷമായി മരിച്ചിട്ട്. ഇപ്പൊ ഉമ്മ തീരെ കിടപ്പാണ്. വീണ് നട്ടെല്ല് പൊട്ടി എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലാണ്. റെജീന കുടുംബശ്രീയിൽ ഒരു ലോണൊക്കെ എടുത്ത് മുളക്, മല്ലിയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പൊടിച്ച് ഒക്കെ കച്ചവടം ചെയ്താണ് അവര് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് ഉമ്മയുടെ ഈ അസുഖം. പിന്നെ അയൽക്കാരും ഒക്കെ സഹായിച്ചാണ് അവർ ഒരു നേരത്തെ ആഹാരം കഴിക്കുന്നത്. സുമനസ്സുകളുടെ സഹായമൊക്കെ ഉണ്ട്. ഇപ്പൊ വാടക വീട്ടിലാണ് അവർ താമസിക്കുന്നത്. തീരെ പരിതാപകരമായ ഒരവസ്ഥയിലാണ് അവരുടെ ജീവിതം. സുമനസ്സുകളുടെ സഹായം കൊണ്ടേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും അവര് പരമാവധി സഹായിക്കാൻ പറ്റുന്ന വിധം സഹായിക്കണം എന്നുള്ള എന്റെ ഒരു അഭ്യർത്ഥനയാണ്. വെളുന്നല്ലൂർ പഞ്ചായത്തിലെ 17-ാം വാർഡിലെ മെമ്പറാണ്. വളരെ വർഷങ്ങളായിട്ട് എനിക്ക് വീടുമായിട്ട് സഹകരണം എന്റെ ഒരു അകർന്ന ബന്ധു കൂടിയാണ് ഈ റെജീനയുടെ പിതാവ്. അദ്ദേഹം ഒരു 5 വർഷക്കാലം ക്യാൻസർ ഒരു രോഗം ബാധിച്ച് കിടപ്പിലും മറ്റു ചികിത്സയിലുമായി അതിനെ ഈ വീട് തന്നെ പുള്ളിക്ക് വേണ്ടി ചികിത്സിച്ച് കടം വരുത്തി. ഇപ്പോൾ മാതാവിന് സുഖമില്ല. 3.5 വർഷക്കാലമായി മാതാവും സുഖമില്ലാതെ കിടപ്പിലാണ്. ഇപ്പോൾ റെജീന എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥയിലാണ്. ഞങ്ങളുടെ ഈ സംസാരം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സാമ്പത്തികമായി അവരെ സഹായിച്ചെങ്കിലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. മാതാവിനെയും കൊണ്ട് സുഖമില്ല കിടക്കുന്ന മാതാവിനെയും കൊണ്ട് റോഡ് എങ്ങനെയാണ് പുറത്ത് ഈ ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കണം. എല്ലാവരും അവരവരാൽ കഴിയുന്ന സഹായം ചെയ്ത് സഹായിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞാൻ നാട്ടിലെ പൊതുപ്രവർത്തകനാണ്. എന്റെ പേര് അനസാണ്. ഞാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ വെളുന്നല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റാണ്. ഏതൊരാളായാലും കടബാധ്യത അല്ലെങ്കിൽ രോഗാവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അവരുടെ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ സാരമായി അത് ബാധിക്കും. അതുകൊണ്ടാണ് ഇത്തരം ഒരു ഉദ്യമത്തിന് ഞങ്ങളെല്ലാം മുതിർന്നത്. പരമാവധി ആളുകൾ, ഈ വീഡിയോ കാണുന്നവര് സുമനസ്സുകളായ ആളുകൾ, ഇപ്പോൾ തന്നെ നാട്ടുകാരുടെയും പൊതുപ്രവർത്തകരുടെയും മറ്റ് ആളുകളുടെയൊക്കെ ചെറിയ ചെറിയ സഹായം കൊണ്ടാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മറ്റ് ഈ രോഗാവസ്ഥയിലുള്ള ആളിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാരാളികരണം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശിഹാബ് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ അവരുടെ സഹായം ആംബുലൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. മറ്റ് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കൊണ്ട് അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. രോഗാവസ്ഥയാണ്. അത് മനസ്സിലാക്കി സുമനസ്സുകളായ ആളുകൾ അവരുടെ ഈ ബുദ്ധിമുട്ടിൽ നിന്ന് മാറ്റാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമലൈക്കും. നമ്മളെ റെജീന എന്ന് പറയാൻ നമ്മളെ ഒരു സഹോദരി കണക്കാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടും നമ്മളെ ഒരു വീട്ടിലെ ഒരു ബുദ്ധിമുട്ടാണ് കണക്കാക്കി ഇപ്പം നമ്മളതിനെ സഹായിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാവരും സഹായിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അസ്സലാമു അലൈക്കും.
ഈ കിടപ്പിലായ ഉമ്മയെയും മകളെയും സഹായിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ? നമ്മൾ നൽകുന്ന ഓരോ രൂപയും അവർക്ക് അന്നമാകുമെങ്കിൽ അതല്ലേ നമുക്ക് ഈ ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം. കരുണയുടെ ഉറവ വറ്റിയിട്ടില്ലാത്ത സുമനസുകൾ ധാരാളമുള്ള നമ്മുടെ നാട്ടിൽ ഫാത്തിമ ബീബി എന്ന ഉമ്മയുടെയും മകളുടെയും ഈ വേദന പരിഹരിക്കപ്പെടുമെന്ന ശുഭപ്രതീക്ഷയോടെ ന്യൂസ് ബ്യൂറോ, ഫേസ് ടു ഫേസ് മീഡിയ, കൊല്ലം.